അവശനായ മരുമോനോട് യാത്ര ചോദിച്ചു. അന്ത്യയാത്ര. ഇനി അവനെ ആരെങ്കിലും തല്ലിക്കൊന്നില്ലെങ്കിൽ കാണാം. കൊല്ലുവാണെങ്കിൽ അങ്ങ് വിവരം അറിയിക്കാം. അർദ്ധരാത്രി കഴിഞ്ഞ നേരവാ. ഈ നേരത്ത് തന്നെ മോളുടെ കാമുകന്റെ തല്ലുകൊണ്ട പപ്പയെ ഇറക്കി വിടണം കേട്ടോ. വീടിന് മുന്നിൽ പുഴയല്ലേ, പോയി ചാടി ചാവും. അതാ നല്ലത്. ഒരു മകളിൽ നിന്നും കേൾക്കാവുന്ന എത്ര മനോഹരമായ വാക്കുകൾ. നീയാണ് ഈ തലമുറയിലെ സന്തതി. പപ്പ നിന്നെ ശരിക്കും ഒന്ന് കാണട്ടെ. അടുത്ത ജന്മത്തിലും ഇതുപോലെ 4-5 കിട്ടിയാൽ ജീവിതം സുഭിക്ഷമായിരിക്കും. നിങ്ങളൊന്ന് പോകുന്നുണ്ടോ? അയ്യോ, പോകുവാണേ. ഇനി ഞാൻ വരുമ്പോ കൈ ഒടിഞ്ഞവനാണോ കൈ തല്ലി ഒടിക്കുന്നവനായിരിക്കോ ഈ വീട്ടിനകത്ത്? എടി, എന്നെ മുന്നിൽ കിട്ടിയാ തല്ലുന്നവനായിരിക്കോ ഈ വീട്ടിനകത്തെന്ന്? മിക്കവാറും തല്ലുന്നവൻ തന്നെ ആയിരിക്കും. അവനെ തല്ലിക്കൊല്ലാൻ ആരുമില്ലല്ലോ. നിങ്ങളെ പാട് നോക്കി പോയേ. പണ്ടൊക്കെ ഈ സമയത്ത് പുറത്തിറങ്ങാൻ പേടിയായിരുന്നു. ഇപ്പൊ എനിക്ക് ഒരു പേടിയില്ല. ആരെങ്കിലും കൊന്നാലും സന്തോഷം. പപ്പ മരിക്കുകയാണെങ്കിൽ 1 അടി മണ്ണെങ്കിലും ബാക്കി വെച്ചേക്കണം എന്നെ വെട്ടിമൂടാൻ. സാധാരണ ഭർത്താക്കന്മാര് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നതേ ഏതൊരു ഭാര്യയ്ക്കും അത് സന്തോഷ. എന്നാൽ നിങ്ങൾ പുറത്തിറങ്ങുന്നതേ തോന്നിയാസം പറയാനും കാണിക്കാനും അല്ലേ. അയ്യോ, ഇനി ഞാൻ വഴക്കിനൊന്നുമില്ല. പോകുക, തൃപ്തിയായി. എഴുത്തി വന്നു. എഴുത്തിക്കും അതേ അഭിപ്രായ. എങ്ങനെയുണ്ട് മോളെ? കുഴപ്പമൊന്നുമില്ല. മരിച്ചു ജീവിച്ചു. അതെ, കൊണ്ടുപോയപ്പോ അത്രയ്ക്ക് ക്രിട്ടിക്കലായിരുന്നു. എന്ത് ചെയ്യാനാ, പകൽ സമയത്തൊക്കെ മോളുടെ പിന്നാലെ ഞാനും ഉണ്ടായിരുന്നു. പക്ഷെ രാത്രിയിൽ അവൾ ഇങ്ങനെ ഒരു പണി പറ്റിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല. ഇത് ഞാൻ പ്രതീക്ഷിച്ചതാ. അതുകൊണ്ടാ പലപ്പോഴും അരുണിനൊപ്പം പോകാൻ പറഞ്ഞത്. എന്നിട്ടും അത് കേട്ടില്ല. മോള് വാ, ആ പെട്ടിങ്ങ. കാർത്തൂന്റെ സ്വഭാവം അറിയാലോ. ആ കുട്ടി തല്ലിയാലും കൊന്നാലും എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടാനേ ശ്രമിക്കൂ. അതൊക്കെ ശീലിച്ചു പോയതുകൊണ്ട് കാർത്തൂന് അതൊന്നൊരു പ്രശ്നമല്ല. പക്ഷേ കാർത്തൂന് എന്തെങ്കിലും സംഭവിച്ചാ ആ നഷ്ടം നികത്താൻ നിന്നെ കൊണ്ട് പറ്റില്ല. കാർത്തൂന്റെ കാര്യം തിരക്കാൻ പോയ ആളിനെ കാണുന്നില്ലല്ലോ മോളെ. ഞാനും കണ്ണേട്ടനെ കാത്തിരിക്കുക അമ്മേ. മോളെ, കാർത്തൂനെ ആ വീട്ടിൽ നിന്ന് മാറ്റുന്ന തന്നെയാ നല്ലത്. ഏതായാലും കണ്ണേട്ടൻ അതിലൊരു തീരുമാനം ഉണ്ടാക്കട്ടെ. അരുണിന് വീട് മാറുന്നതിനോട് താല്പര്യമാ. കാർത്തുവാ ഇപ്പൊ എതിർത്തോണ്ടിരിക്കുന്നത്. ആ കൊച്ചിന്റെ സ്വഭാവം അറിയാലോ. ആരെങ്കിലും ഒന്ന് സ്നേഹിച്ചാ അവിടെ അങ്ങ് പറ്റിക്കൂടും, അവരുടെ മനസ്സിലെ ചതി അറിയാതെ. ആ, വരുന്നുണ്ട് മോളെ. ഞാൻ പറഞ്ഞില്ലേ രണ്ടാളോടും, ചെറിയൊരു പനിയൊന്നും വന്നാ കാർത്തു ആശുപത്രി പോവില്ലെന്ന്. പാമ്പിന്റെ വിഷം മോളുടെ കാലിൽ കുത്തി ഇറക്കി. ആരാ അത് ചെയ്തത്? ആരാണെന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ല. പിന്നെ നമുക്ക് ഊഹിച്ചൂടെ? അവിടെ ഒരുത്തിയില്ലേ വിജയത്തെ പോലെ, അവള് തന്നെ ആയിരിക്കും പ്രതി. അവളെ മാത്രം പ്രതിയായിട്ട് കാണണ്ടാണ്. അരുണിന്റെ അപ്പച്ചി ഇപ്പൊ അവളോട് സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിലേ അവരെ നമുക്ക് സംശയിക്കണം. അമ്മ ഒന്ന് ചുമ്മാ ഇരുന്നേ. അവരൊരിക്കലും അങ്ങനെ ചെയ്യില്ല, അതെനിക്ക് ഉറപ്പാ. എടാ, അവർക്കല്ലായിരുന്നോ കാർത്തൂനോട് ആദ്യം ദേഷ്യം? അതൊക്കെ ശരിയാ അമ്മേ. പക്ഷെ ഇപ്പൊ അവര് മോളെ പോലെയാ കാർത്തൂനെ സ്നേഹിക്കുന്നേ. ഇവിടെ തെറ്റിയിരിക്കുന്നത് അവരുടെ 2 മക്കള് തന്നെയാ. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി കാർത്തു അവിടെ താമസിക്കുന്നത് ബുദ്ധിയാണോ കണ്ണേട്ടാ? അല്ല, അതുകൊണ്ട് വീട് മാറാൻ തീരുമാനിച്ചു. ഇപ്പൊ ദീപനും പപ്പനും ആ വക്കീലും കൂടെ പുതിയൊരു വീട് തപ്പിക്കൊണ്ടിരിക്കുക. അവരുടനെ തന്നെ അങ്ങോട്ട്. ഇന്ന് തന്നെ ആ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും എത്തിക്കണം. അടുക്കളയിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും വാങ്ങണം. അതിന്റെ വിലയൊന്നും നോക്കണ്ട, ഗുണനിലവാരമുള്ള സാധനങ്ങൾ നോക്കിയെടുക്കണം. അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ
പറമ്പൊക്കെ വൃത്തിയാക്കാൻ ആരെങ്കിലും ഏർപ്പാടാക്കണം. വീടിനകമൊക്കെ അരുണിന്റെ കൂട്ടുകാര് വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ അവർ താമസം തുടങ്ങിക്കഴിഞ്ഞാ ഇടയ്ക്കൊക്കെ താൻ വന്ന് നോക്കണം. എന്താവശ്യമുണ്ടെങ്കിലും ചെയ്തു കൊടുക്കണം. ഓ, ഈ നാട്ടില് അവരെ സഹായിക്കാൻ ഒരുപാട് പേരുണ്ട്. എങ്കിലും തന്നെ കൊണ്ട് ചെയ്യാനാവുന്നതൊക്കെ ചെയ്യണം. അതിന് എത്ര ചെലവ് വന്നാലും എനിക്ക് പ്രശ്നമല്ല. നാളെ തന്നെ അവര് താമസം തുടങ്ങും. പച്ചക്കറിയും പലവ്യഞ്ജനും ഒക്കെ ആവശ്യാനുസരണം എത്തിച്ചു കൊടുക്കണം. അതിന് പൈസയൊന്നും നോക്കണ്ട, എല്ലാം ഞാൻ തന്നെ തന്നേക്കാം. വിഷമിക്കണ്ട, ഒരു കുറവും വരുത്താതെ ഞാൻ നോക്കിക്കോളാം. ഇനിയിപ്പം ഞാൻ അവളെ ഏറ്റെടുക്കേണ്ടി വരുന്ന കണ്ണേട്ടൻ മറ്റും പറയുന്നത്. അവള് ലീഗലായിട്ട് മുന്നോട്ട് പോയാ അവള് നിന്റെ തലയിലിരിക്കും. എന്തോന്ന് ലീഗൽ? കോടതിയും കേസും വഴക്കും ജയിലൊന്നും എനിക്കൊരു പുത്തരിയല്ല. അതാ ഒക്കെ അറിയാം. അതുകൊണ്ട് കേസ് കൊടുത്തിട്ട് കൂടെ താമസിക്കാന്നവള് കരുതണ്ട. എങ്കിലും ജനിക്കുന്നത് നിന്റെ കുഞ്ഞല്ലടാ. അല്ല, ആ കുഞ്ഞിന്റെ അച്ഛൻ ഉണ്ണിയായിരിക്കണമെന്ന് ഞാൻ അവളോട് പറഞ്ഞു കഴിഞ്ഞതാ. എത്ര ദുഷ്ടനാണെങ്കിലും സ്വന്തം കുഞ്ഞിന്റെ അച്ഛനെ അവൾക്ക് മറക്കാൻ പറ്റില്ല. എന്നാൽ എനിക്കതിനൊക്കെ പറ്റും. ബാധ്യതകളൊന്നുമില്ലാത്തവനാ ഞാൻ. പിന്നെ കണ്ണേട്ടനും പപ്പേട്ടനും ഒക്കെ ഉള്ളതുകൊണ്ടാ ഞാൻ ഈ നാട്ടിൽ പിടിച്ചു നിൽക്കുന്നത് തന്നെ. അവൾ എന്റെ വാക്ക് കേൾക്കാതെ മുന്നോട്ട് പോയാ ഞാൻ ഈ നാട് വിട്ടങ്ങ് പോവും. പിന്നെ എന്റെ പൊടി പോലും അവള് കാണില്ല. വക്കീലാവുന്നോർത്ത് ടെൻഷൻ അടിക്കണ്ട. വാ, സാധനങ്ങളൊക്കെ ഇനിയും കുറെ അറേഞ്ച് ചെയ്യാൻ കിടക്കാം. വാ. അത് നന്നായി. ഇല്ലെങ്കിലേ അവരെ ചികിത്സിക്കേണ്ടി വന്നേനെ. ഓ, നീ ഈ സംശയം ഒന്ന് അവസാനിപ്പിച്ച എത്ര ശാന്തമായി പോകേണ്ട വീടായത്. അത് തന്നെ എനിക്കും പറയാനുള്ളത്. നിങ്ങൾ നിങ്ങളുടെ സ്വഭാവം മാറ്റിക്കഴിഞ്ഞാ നമ്മുടെ വീട് പോലൊരു നല്ല വീട് കാണില്ല. വിവാഹം കഴിഞ്ഞ ഇന്ന് വരെ നീ ഈ പറയുന്ന രീതിയിൽ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? മോശമായി ഏതെങ്കിലും പെൺകുട്ടികളോട് സംസാരിക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ തിരിച്ചങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഒന്നുമില്ലല്ലോ. ഊഹിച്ചെടുക്കുന്ന കഥകളാണ് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതോ സാങ്കല്പിക ലോകത്താണ് നീ ജീവിക്കുന്നത്. നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്ക് എന്റെ ഭർത്താവിനെ വിശ്വാസമില്ല. നീ ആ ബെഞ്ചമിനെ ഒന്ന് കൺസൾട്ട് ചെയ്തിരുന്നെങ്കിൽ നിനക്ക് ഒരുപാട് മാറ്റം വന്നേനെ. ഞാൻ കുറെ കൺസൾട്ട് ചെയ്തതാ. ഇനി അയാളുടെ അടുത്ത് പോയാലേ അയാൾ എന്നെ മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിടും, ഷോക്കും തരും. എന്നിട്ട് ഭാര്യ മെന്റൽ ആണെന്ന് നിങ്ങൾ എല്ലാവരും കൂടി മുദ്ര കുത്തും. അപ്പൊ പിന്നെ കോടതിയിൽ കാര്യങ്ങൾ എളുപ്പമായല്ലോ. സമനില തെറ്റിയ ഭാര്യയെ വിട്ടുകളഞ്ഞോളാൻ കോടതിയും പറയും. അതുകൊണ്ട് എന്നെ ഒരു ഭ്രാന്തിയാക്കാൻ നോക്കണ്ട. അസുഖം നിങ്ങൾക്കാ. അത് സ്വയം ചികിത്സിച്ചാ നിങ്ങളുടെ ടെൻഷൻ തീരും, എന്റെയും. മോള് പോവുകയല്ലയോ? അമ്മ എന്തിനെങ്ങനെ വിഷമിക്കുന്നേ? അമ്മയോട് വരാൻ ഞാൻ പറഞ്ഞല്ലോ. കാർത്തൂം പറഞ്ഞു. വരാതിരുന്നിട്ട് പിന്നെ വിഷമിപ്പിക്കും. ഞാൻ ഇടയ്ക്ക് വരാം മോനെ. അമ്മയുടെ അവസ്ഥ ഓർക്കുമ്പോ പോവാൻ മനസ്സില്ല. പക്ഷേ അപ്പച്ചി തർപ്പിച്ച് പറഞ്ഞു പോണെന്ന്. അപ്പച്ചി മാത്രമല്ല, ഞാനും പറഞ്ഞു. ആളെ കൊല്ലുന്ന ആൾക്കാരാ ഇതിനകത്തുള്ളത്. ഏട്ടത്തേക്ക് ആയിപ്പോയതുകൊണ്ടാ അവരിപ്പോ ജയിലിൽ കിടക്കാത്ത. എടോ, ക്രിമിനൽ ചിന്താഗതി ഉള്ളവർക്കൊപ്പം താമസിക്കാൻ പാടാ. മോള് യാത്ര പറഞ്ഞു പോകുമ്പോ ഒരു സങ്കടം ഉണ്ടാവും. അത് സ്വാഭാവിക എന്ന് കരുതി പോവണ്ടെന്നൊന്നും ഞാൻ പറയില്ല. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇനി ഇങ്ങോട്ട് വരണ്ട. ഞങ്ങൾക്ക് കാണണമെന്ന് തോന്നുമ്പോ ഞാൻ ഏട്ടത്തെയും കൂട്ടി വന്നോളാം. മഞ്ജു മാറിയെന്ന് തോന്നുമ്പോ, അവളുടെ മാറ്റം അഭിനയമല്ലാന്ന് തോന്നുമ്പോ നമുക്കിവിടേക്ക് വരാം. അതുവരെ ഇങ്ങോട്ട് വരുന്നതിനെ പറ്റി ചിന്തിക്കണ്ട.
ഇതിനേക്കാളും മോൾക്ക് ഇഷ്ടപ്പെട്ട നാട്ടിലേക്കല്ലേ പോകുന്നത്? മോളുടെ ആൾക്കാരെല്ലാം ഉള്ള നാടല്ലേ, പിന്നെന്താ പ്രശ്നം? ആർക്കും ബുദ്ധിമുട്ടില്ലാത്തടത്ത് താമസിക്കുന്നതാ മോളെ നല്ലത്. നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്കും മറ്റുള്ളവരെ കൊണ്ട് നമുക്കും ഒരു പ്രശ്നമില്ലാത്ത സ്ഥലത്താ നമ്മൾ കഴിയേണ്ടത്. എവിടെയെങ്കിലും നിൽക്കാൻ പറ്റില്ല എന്ന് തോന്നിയാലും ആത്മാഭിമാനം മൂലം തോറ്റു കൊടുക്കാനുള്ള മടികൊണ്ട് അവിടുന്ന് മാറില്ല. അതിന്റെ ഫലം നമ്മൾ ചിന്തിക്കാത്തതായിരിക്കും. ഇപ്പോ മോള് മരണത്തിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. ഇനി ഇവിടെ നിന്നാ അതുണ്ടാവുകയില്ല. മോള് ജീവിച്ചിരിക്കരുതെന്നേ എന്റെ മോള് ആഗ്രഹിക്കൂ. എന്നാൽ ഒരു 100 കൊല്ലത്തിനു മേൽ ജീവിച്ചിരിക്കണമെന്ന് ഞങ്ങളും. അതുകൊണ്ടാ ഇങ്ങനൊരു യാത്ര വേണ്ടി വന്നത്. പോയിട്ട് വാ മോളെ. വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നു. ഇനി സുഖിച്ച് ജീവിക്കാം ഭർത്താവുമായിട്ട്. ഇതൊക്കെ കേട്ടോണ്ടിരിക്കാതെ ഇവളുടെ കർണത്തൊന്ന് കൊടുത്തൂടായിരുന്നോ നിനക്ക്? ഭർത്താവിനോട് ഭാര്യയുടെ കരണത്തടിക്കാൻ പറയണോ? പിന്നെ നീ ചെയ്ത പ്രവൃത്തിക്ക് നിന്റെ കവടി തലോടണോ? കാർത്തൂനെ കൊല്ലാൻ നോക്കി, എന്നിട്ട് ആ പാവം അതൊന്നും കണക്കിലെടുക്കാതെ ഇവളോട് യാത്ര പറഞ്ഞിട്ടാ പോയത്. ലോകത്ത് ഇതുപോലൊരു പെങ്കുച്ച് കാണില്ലടി. അയ്യോ, അതുകൊണ്ട് അവളുടെ ഒരു പ്രതിമ ഒത്തിവെക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുക. അവളെ നിത്യേന തൊഴാൻ. വിഷം കുത്തിവെച്ചത് ആരാണെന്ന് അറിഞ്ഞോ കണ്ണ? ഇതുവരെ ഇല്ലമ്മേ. ആരാണ് തെറ്റ് ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ അത് ചെയ്തവര് സമ്മതിക്കില്ലല്ലോ. അരുണിന്റെ അപ്പച്ചി എന്തായാലും കാർത്തൂനൊപ്പം നിൽക്കുവാണല്ലോ, സ്വന്തം മക്കളെ പോലും പിണക്കിക്കൊണ്ട്. അതൊരു നല്ല കാര്യ. മക്കളായാലും ആരായാലും ശരിയുടെ ഭാഗത്ത് നിൽക്കണം നമ്മള്. ഇനിയാണ് ആ ഏട്ടത്തി എന്ന് പറയുന്ന സാധനം പഠിക്കാൻ പോകുന്നത്. കാർത്തു ഇല്ലാത്തതിന്റെ കുറവ് അവർക്കൊക്കെ ഇനി ശരിക്കും ബോധ്യപ്പെടും. അല്ല കണ്ണ, അരുണിന്റെ അമ്മ കൂടെ വരുന്നുണ്ടോ? തൽക്കാലം ഇല്ലെന്നാ പറഞ്ഞത്. ഓ, അവർ കൂടെ വന്നുകൂടായിരുന്നോ? എന്നാലേ അവള് പഠിക്കത്തുള്ളൂ. അവളുടെ കെട്ടിയോനും. അവനെങ്കിലും കെട്ടിയോളെ പറഞ്ഞൊന്ന് തിരുത്തണ്ടേ? കുറച്ചു ദിവസം കഴിയുമ്പോ അരുണിന്റെ അമ്മ ഇങ്ങനെ പോരുന്ന എന്റെ വിശ്വാസം. കാരണം അവർക്കും കാർത്തൂനും ജീവനാ. അധികം നാള് കാണാതിരിക്കാൻ പറ്റില്ല. അതാണല്ലോ കാർത്തൂന്റെ ഗുണം. ആരെങ്കിലും സ്നേഹിച്ചു കഴിഞ്ഞാ പിന്നെ വിട്ടുപിരിയാൻ പറ്റില്ല. എന്റെ അടുത്തുനിന്ന് പോയപ്പോ തന്നെ എനിക്ക് കുറച്ചു ദിവസം വല്ലാത്ത വീർപ്പുമുട്ടലായിരുന്നു. എപ്പോഴും കാർത്തൂനെ കാണണമെന്ന് തോന്നും. പിന്നെ കുറച്ചു ദിവസം കഴിഞ്ഞ എല്ലാം ശരിയായത്. ഇപ്പൊ നമ്മളെയൊക്കെക്കാൾ കാർത്തൂനെ കാണാൻ ആഗ്രഹിക്കുന്നത് അരുണിന്റെ അപ്പച്ചിയാ. അവരുടെ മനസ്സിനകത്ത് പതിഞ്ഞിരിക്കുക ഇപ്പൊ എന്റെ കുഞ്ഞ്. അല്ല കണ്ണ, അത്രയ്ക്കങ്ങോട്ട് പതിയാൻ എന്താ കാരണം? അത് തന്നെ എല്ലാരും ചോദിച്ചോണ്ടിരിക്കുന്നത്. ഇനി കാർത്തൂനെ കാട്ടിനകത്ത് വലിച്ചെറിഞ്ഞത് അവരാണോ? അമ്മ ചിന്തിച്ച് ചിന്തിച്ച് ഇങ്ങോട്ടായി പോന്നേ. ആരും കേക്കണ്ട. അവർക്ക് 2 മക്കളുണ്ടമ്മേ. ഇത് ദൈവികമായ അടുപ്പാ. സത്യം പറയാലോ, ഇത്തവണ തിരുവോണത്തിന് എന്റെ വീട്ടിലോ അല്ലെങ്കിൽ അരുണിന്റെ വാടക വീട്ടിലോ എല്ലാവരോടും ഒന്നിക്കണം എന്നായിരുന്നു എന്റെ ആഗ്രഹം. അതായിക്കോട്ടെ, എനിക്ക് അടുത്ത ദിവസങ്ങൾ കിട്ടിയാൽ മതിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഏതായാലും ഞാൻ അവരുമായിട്ടൊന്ന് ആലോചിക്കട്ടെ. ഒരു ദിവസമല്ല, 2-3 ദിവസം സാറിന്റെ ഒപ്പം മോള് വന്ന് നിൽക്കും. എല്ലാ തവണയും ദേവയുടെ വീട്ടിലാ എല്ലാവരും കൂടുന്നത്. പിന്നെ അമ്മയും മക്കളും തമ്മിൽ പിണങ്ങിയ സ്ഥിതിക്ക് അങ്ങോട്ട് വരാനുള്ള സാധ്യതയില്ല. എല്ലാവരെയും എന്റെ വീട്ടിലേക്ക് ക്ഷണിക്കാമെന്നാ കരുതുന്നത്. ഇനിയിപ്പോ കാർത്തു ഉള്ളതുകൊണ്ട് അവര് വരുമെന്നറിയില്ല. കാർത്തൂനെ കണ്ടതിന് ശേഷം മോളുടെ അമ്മ ഏതു നേരവും
മോളുടെ ചിന്തയിലാ. ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട്, കാണുന്നുണ്ട്. അതൊക്കെ മറ്റുള്ളവരിൽ സംശയം ഉണ്ടാക്കുന്നുണ്ട്. അരുൺ പോലും അതുമായിട്ട് ബന്ധപ്പെട്ട് പലതും ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒന്ന് നിയന്ത്രിക്കാൻ പറയണം. ഞാൻ പറയുന്നുണ്ട്. പക്ഷേ എന്റെ കാര്യം പോലെ തന്നെ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാ അമ്മ മകളെ കാണുന്നത്. അതുകൊണ്ട് ചിലപ്പോ നിയന്ത്രണം വിട്ടുപോകും. ചില സമയത്ത് ചുറ്റുപാടിനെ കുറിച്ച് ചിന്തിക്കില്ല. അതാ പ്രശ്നം. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അല്ല, മുത്തശ്ശന്റെ വീട്ടിൽ കൊച്ചുമോള് വരുന്ന ദിവസം അമ്മയും കാണില്ലേ? അത് പിന്നെ പറയണോ? അവളായിരിക്കും ആദ്യം എത്തുക. എന്നാ നിങ്ങളുടെ സന്തോഷമൊന്നും ഞാൻ തല്ലിക്കെടുത്തുന്നില്ല. ഇന്ന് തന്നെ ഞാൻ മോളെ കാണാം. ശരി. ചായ. താനിങ്ങനെ നിക്കാതെ ഇവിടെ ഒന്ന് ഇരിക്കേ. അങ്ങനെ നമ്മൾ രണ്ടാളും മാത്രമുള്ള ഒരു കുടുംബം, പേടിക്കാതെ ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം. പക്ഷേ നമുക്കിടയിൽ മൂന്നാമതൊരാൾ കൂടി വേണം. അതിനി ഓരോരുത്തരായിട്ട് ചോദിച്ചു തുടങ്ങും. സാറിന് വിഷമമുണ്ടല്ലേ? എന്റെ വിഷമമല്ല എടോ, ഇതൊക്കെ കുടുംബജീവിതത്തിലുള്ള കാര്യമാണ്. കുറച്ച് കഴിയുമ്പോ നമുക്ക് രണ്ടാൾക്ക് നിരാശ ഉണ്ടാവും ഇതിന്റെ പേരിൽ. താനെന്തൊന്നും പറയാത്തെ? എനിക്കറിയാം കാര്യങ്ങള്. ഞാൻ മാറാൻ ശ്രമിച്ചോണ്ടിരിക്കാം. സാവകാശം മതി. ആ, കണ്ണേട്ടിനെത്തി. കുറച്ച് ഞാലിപ്പൂമ്പോഴാ നമ്മുടെ വടക്കേപ്പുറത്തുണ്ടായതാ. വിളഞ്ഞപ്പോ കുറച്ചെങ്കിലും കൊണ്ടുവന്നു. ഞങ്ങള് പുതിയ വീട്ടിലുള്ള ജീവിതം തുടങ്ങി. ആ, അത് നന്നായി. അല്ല, ഇത്തവണ ഓണത്തിന് എന്താ പരിപാടി? എല്ലാവർക്കും ഇവിടെയോ കണ്ണേട്ടന്റെ വീട്ടിലോ കൂടാ. എന്താന്ന് വെച്ചാ കണ്ണേട്ടൻ പറഞ്ഞാ മതി. അല്ല, അരുണിന്റെ മുത്തശ്ശൻ പറയുന്നത് ഓണത്തിന് ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ രണ്ടാളും അവിടെ വരണമെന്നാ. ഏത് ദിവസം ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങളോട് ചോദിച്ചിട്ടാകാന്ന് കരുതി. ഓണത്തിന്റെ ഏതെങ്കിലും ഒരു ദിവസം ആക്കാതെ ഓണത്തിന് തന്നെ അവിടെ കൂടിയാൽ എന്താ കുഴപ്പം? എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ സാറാ പറയേണ്ടത്. തനിക്ക് ഇഷ്ടമാണെങ്കിൽ പിന്നെ ഞാനെന്ത് പറയാനാ? എനിക്ക് സമ്മതമാ. കണ്ണേട്ടനും പവിത്രേടത്തെയും മോളും ഒക്കെ വരില്ലേ? ഓണത്തിന്റെ അന്ന് മോളും അരുണും അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അരുണിന്റെ അപ്പച്ചി അവിടെ എത്തും. നിങ്ങളെല്ലാവരോടും സന്തോഷത്തോടെ ഓണസദ്യ ഒന്നിച്ചിരുന്ന് ഉണ്ണണം. അതിന്റെ ഇടയിൽ ഞങ്ങൾ ശരിയാവില്ല. അതെന്താ ശരിയാവാത്തത്? കാർത്തൂനെ കല്യാണം കഴിച്ച ശേഷമുള്ള ആദ്യത്തെ ഓണല്ലേ കണ്ണേട്ട. അതിന് എല്ലാരും ഒന്നിക്കുന്നല്ലേ നല്ലത്. സാരമില്ല അരുണേ, ഇത്തവണ ഇങ്ങനെ മതി. മുത്തശ്ശൻ പറഞ്ഞില്ലെങ്കിലും അവിട്ടത്തിനോ ചതയത്തിനോ ഏതെങ്കിലും ഒരു ദിവസം മുത്തശ്ശന്റെ വീട്ടിലും അപ്പച്ചിയുടെ വീട്ടിലൊക്കെ ഞങ്ങള് പോയേനെ. അതേപ്പറ്റി ഞാൻ സാറിനോട് പറയും. ഒരു അടുക്കളക്കാരുടെ വില പോലും തനിക്ക് വന്നിട്ടില്ല. ആ വീട്ടിലൊരു അംഗമായിട്ട് തന്നെ കരുതിയിരുന്നെങ്കിൽ ഇന്ന് അവിടെ എല്ലാവർക്കും ഒരുമിച്ച് ഓണം ആഘോഷിക്കായിരുന്നു. അമ്മയുടെ കാര്യം ഓർക്കുമ്പോഴാ വിഷമം. അമ്മയോട് ഞാൻ വിളിച്ചു പറഞ്ഞു മുത്തശ്ശന്റെ വീട്ടിലോട്ട് വരണ്ടെന്ന്. ഇനി അതിന്റെ പേരിലൊരു വഴക്ക് വേണ്ടാന്ന് കരുതി. അമ്മയ്ക്ക് പക്ഷെ നല്ല വിഷമമുണ്ട് ഓണത്തിന് നമ്മളവിടെ ഇല്ലാത്തതിന്റെ പേരില്. അവിട്ടത്തിന്റെയോ ചതയത്തിന്റെയോ അന്ന് ഒന്ന് പോയാലോ? എന്തിനാടോ പോകുന്നത്? അമ്മയ്ക്ക് കഷ്ടപ്പാടാണെങ്കിൽ എത്രയും പെട്ടെന്ന് അമ്മയെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാം. അമ്മയ്ക്കും അത് തന്നെ താല്പര്യം. കുറച്ചുനാളിനി അവിടെ ഭാര്യയും ഭർത്താവും മാത്രമായിട്ട് കഴിയട്ടെ. മറ്റുള്ളവരുടെ വില അവരും മനസ്സിലാക്കട്ടെ. ഓണത്തിന് പോകുമ്പോ
മുത്തശ്ശനും അപ്പച്ചിക്കൊക്കെ ഓണക്കോടി വാങ്ങണ്ടേ? വേണം. അപ്പച്ചിക്കുള്ള സാരി താൻ തന്നെ സെലക്ട് ചെയ്യണം. തനിക്ക് എന്തൊക്കെയോ മുത്തശ്ശനപ്പച്ചി മേടിക്കുന്നുണ്ട്. അത്ഭുതം തോന്നുക ഇതൊക്കെ കാണുമ്പോ. സ്വന്തം മക്കളെ പോലും മാറ്റി നിർത്തിയിട്ട് എന്നെ സ്നേഹിക്കുവാണല്ലോ അവരൊക്കെ. അതുകൊണ്ടല്ലേ അപ്പച്ചി പറയുന്നേ, കാർത്തു ഇപ്പൊ എന്റെ ഭാര്യ മാത്രമല്ല അപ്പച്ചിയുടെ മകള് കൂടിയാണെന്ന്. ശരിക്കും എനിക്ക് അങ്ങനെ തന്നെ തോന്നുക. ആ തോന്നല് മാറ്റണ്ട. അമ്മയെ പോലെ സ്നേഹിക്കുന്ന അപ്പച്ചിയെ സ്വന്തം ഒന്ന് കരുതി സ്നേഹിച്ചോ. നിങ്ങളുടെ ആ ബന്ധം എന്നും ഇതേപടി തന്നെ നിലനിൽക്കട്ടെ. എന്റെ ജീവിതത്തിൽ എന്റെ അമ്മയേക്കാൾ പ്രാധാന്യമുണ്ട് അപ്പച്ചിക്ക്. തനിക്കും അങ്ങനെ തന്നെ ആവട്ടെ. ഓണമായിട്ടൊന്നും വാങ്ങിയിട്ടില്ല. എല്ലാ കൊല്ലവും 2-3 സാരിയൊക്കെ വാങ്ങുന്നതാ. ഇത്തവണ ഒന്നുമില്ല. ഞാനും ഒന്നും വാങ്ങിയിട്ടില്ല. ഇനി അങ്ങോട്ട് എല്ലാ ഓണം ഇങ്ങനൊക്കെ തന്നെ ആയിരിക്കും. ഒരുത്തനൊരു ക്ലിനിക്ക് തുടങ്ങി. അതോടെ രക്ഷപ്പെടുമെന്നായിരുന്നു വിചാരം. അതും പോയി കിട്ടി. അയാളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല അമ്മ. ഡോക്ടറായിട്ട് പഠിച്ചിറങ്ങുന്നവരെ ശരിക്കും പണം കൊയ്യുന്ന കാലമാ. അവർക്ക് സമയമായിരിക്കും പ്രശ്നം. ഒന്നിനും സമയം കിട്ടത്തില്ല. അത്രയ്ക്ക് തിരക്കായിരിക്കും. ഹോസ്പിറ്റലിൽ നിന്ന് ഇഷ്ടം പോലെ വാങ്ങിക്കും, വീട്ടിലെ ചികിത്സയും കാണും. ഇവിടെ ഇയാള് ഇങ്ങനൊരു മണ്ണുണ്ണിയായിപ്പോയി. ഇങ്ങനെ പോയാൽ നമ്മൾ എങ്ങനെ ജീവിക്കും മോളെ? നീ ഒരു അമ്മയാകാൻ പോവുക, അത് മറക്കരുത്. നിന്റെ പ്രസവം നടത്താൻ പോലും അവന്റെ ഈ കാശില്ലല്ലോ. ഡോക്ടറാണെന്ന് കരുതി ആരെങ്കിലും സൗജന്യമായിട്ട് ചികിത്സിക്കൂ? എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. അത്യാവശ്യം ബാങ്കിൽ പണവും സ്വർണ്ണമൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ അങ്ങ് തീരും, അവൻ ചെലവിന് തന്നില്ലെങ്കിൽ. ഞാനൊരിക്കലും ചെലവിന് തരാൻ പറയില്ല. നാളെ പൊട്ടിപ്പോകേണ്ട ബന്ധം ഞങ്ങളുടേത്. പിന്നെ എനിക്ക് വേണ്ടി ഒരുപാട് ചെലവാക്കി എന്നുള്ള പറച്ചിൽ കേൾക്കേണ്ടി വരില്ലല്ലോ. നിന്റെ ഈ പോക്ക് നാശത്തിലേക്കാ മോളെ. ഇതുപോലൊരു ഓണം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല മരുമോനെ. അല്ലെങ്കിൽ തന്നെ ഇന്നത്തെ കാലത്ത് ഓണമൊക്കെ ഉണ്ടോ? വീട്ടിലുള്ളവര് എന്താന്ന് വെച്ചാ ഉണ്ടാക്കി കഴിക്കും, പിന്നെ ടിവിക്ക് മുമ്പിലിരിക്കും. അതിനപ്പുറം ഇപ്പോഴത്തെ ഓണത്തിന് എന്താ പ്രത്യേകത മാമി? എന്നാലും ഓണക്കോടി പോലും ആർക്കും എടുത്തു കൊടുക്കാൻ നിനക്ക് പറ്റിയില്ലല്ലോ ഉണ്ണി. പറമ്പിലെ തേങ്ങ വെട്ടിവിറ്റ ഇപ്പോഴുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നത്. 2-3 മരച്ചീനിയോ കാച്ചിലോ ചേമ്പോ ഒന്നും നടാൻ നിനക്കറിയില്ല. അല്ലെങ്കിൽ ഇഷ്ടം പോലെ ഭൂമിയുണ്ട്. നട്ടു നനച്ച ഓണത്തിനും വിഷുവിനും ഒക്കെ അത് മതി അന്തസ്സായിട്ട് കഴിയാൻ. ഈ പറമ്പ് കൊണ്ടല്ലേ കണ്ണൻ ജീവിച്ചത്. നിന്നെ പഠിപ്പിച്ചതും കുടുംബം നോക്കിയതും ഒക്കെ അങ്ങനെ തന്നെയാ. എന്നാ 4-5 പശുക്കളുണ്ടായിരുന്നു. അതിനെയും ജയിലിൽ കിടക്കുന്ന ആ ദ്രോഹി വിറ്റു തുടച്ചു. ആ വരുമാനം ഇപ്പൊ കണ്ണൻ കൊണ്ടുപോവുക. അവർക്കൊക്കെ ഓണം ഉണ്ട്. അമ്മ, ഞാനൊന്ന് പുറത്തേക്ക് പോവാ. ഇവിടെ നിന്നിട്ടേ എനിക്ക് ശ്വാസം മുട്ടുന്നു. അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുക, കാറ്റുകൊള്ളാൻ. പക്ഷേ ഇന്നത്തെ ഈ ദിവസം അപ്പച്ചി മുത്തച്ഛനും ചെയ്തത് ശരിയായെന്ന് ഞാൻ പറയില്ല. പിന്നെ നിന്റെ ഭാര്യ അവളുടെ അനിയത്തിയും ചെയ്യുന്നതാണോ ശരി? കാർത്തു ആയതുകൊണ്ടാ ഈ ഓണത്തിന് നിന്റെ ഭാര്യ ഇവിടെ കാണാൻ പറ്റിയത്. അല്ലെങ്കിലേ അവളിപ്പോ ജയിലിലായനെ. ഇതിലും നല്ലത് അതായിരുന്നു. മക്കള് ജീവിച്ചിരിക്കുമ്പോ അമ്മ ഒരു അനാഥ പെണ്ണിനൊപ്പം ഓണം കൂടുന്നു. അതിന് കൂട്ടു നിൽക്കുന്നതോ ആദർശം പറയുന്ന മുത്തശ്ശനും. എനിക്കും അങ്ങോട്ട് പോണോന്നുണ്ടായിരുന്നു. എന്നാ പിന്നെ പൊയ്ക്കൂടായിരുന്നോ? എന്തിനാ ഇവിടെ നിന്നത്? ഞങ്ങളെ ആർക്കും വേണ്ടതായോ? കാർത്തു ആർക്ക് എന്ത് ദ്രോഹ ചെയ്തത്? അരുൺ പിന്നാലെ നടന്ന അവളെ കല്യാണം കഴിച്ചത്. അവന്റെ ഭാര്യ ഈ വീട്ടിലെ മരുമോളാ. അവൾക്ക് മഞ്ജുവിന്റെ അതേ അവകാശമുണ്ട്. കേട്ടില്ലേ പറഞ്ഞത്? അടുക്കളയിൽ കയറി പാചകം ചെയ്യുമ്പോഴും അമ്മായിക്ക് ഈ സെന്റിമെന്റ്സ് ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് കരയുമായിരുന്നു.
എന്റെ കുട്ടികൾ ഇവിടെ ഇല്ലല്ലോ എന്നും പറഞ്ഞു. അരുണും ദേവി ഇല്ലാത്തൊരു ഓണം ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? ഇത്തവണ അത് ഇല്ലാതാക്കിയതേ അവൾ ഒറ്റ ഒരുത്തിയ. എന്നാലും സ്വന്തം തെറ്റിനെ രണ്ടാളും ന്യായീകരിച്ചുകൊണ്ടിരിക്കണം. നീയും ഇവർക്കൊപ്പം കൂടുന്നാണ് കഷ്ടം. ഞാൻ ആർക്കൊപ്പം കൂടിയിട്ടില്ല. ഓണായിട്ട് അപ്പച്ചിയും മുത്തച്ഛനും ചെയ്ത് തെറ്റായി പോയിന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. വീട്ടിലെ പെണ്ണുങ്ങളുടെ സ്വഭാവം ശരിയല്ലെങ്കിൽ പലരും വീട്ടിനകത്തേക്ക് കയറില്ല. അത് മനസ്സിലാക്കി ജീവിച്ച എല്ലാവർക്കും കൊള്ളാം. ഈ ഓണത്തിന്റെ പകിട്ട് കളഞ്ഞതേ കാർത്തുവല്ല, അത് നീ മനസ്സിലാക്കണം. ഭാഗ്യം കൊണ്ടാ കാർത്തു മരിക്കാതിരുന്നത്. അല്ലെങ്കിലേ ഇതിപ്പോ ഒരു മരണവീടായനെ. ആഹാ, ശരത്ത് എത്തിയോ? ദേവു അയാളുടെ തറവാട്ടിലേക്ക് പോയി. പിന്നെ ഞാനെങ്കിലും വരണ്ടേ? അതച്ഛന് പ്രയാസമായോ? അല്ല, അച്ഛന്റെ സംസാരം കേട്ടോണ്ട് ചോദിച്ചു പോയതാ. എന്ന് ചോദിച്ചാ എല്ലാവരും ഒന്നിച്ചുള്ള ഓണമായിരുന്നു കഴിഞ്ഞ വർഷം വരെ. ഇത്തവണയാ എല്ലാവരും പല സ്ഥലത്തായി പോയത്. തറവാട്ടിലെ ഇളയ സന്തതി കല്യാണം കഴിച്ചതിന്റെ ഫലം. നല്ലൊരു ദിവസമായിട്ട് വഴക്കിടാൻ നിൽക്കുന്നില്ല. ദാ, എല്ലാവർക്കും ഉള്ള ഓണക്കൊടിയുണ്ട്. എന്നാ മോനെ, ഇതിട്ട് വേണം സദ്യ ഉണ്ണാൻ. ആ, മോൾക്ക് ഓണക്കൊടി തന്നതാ. എന്നാലും മഞ്ജുവിന്റെ കവറിനകത്ത് മോൾക്ക് ഒരെണ്ണം കൂടെ ഉണ്ട്. അമ്മ അച്ഛനെ വിളിച്ചായിരുന്നോ? ഇടയ്ക്ക് വിളിച്ചിരുന്നു, ഞാൻ അങ്ങോട്ട്. ഇങ്ങോട്ട് വിളിക്കില്ലെന്നറിയാം. അമ്മയുടെ മകളിപ്പോ അവളാ, ഞങ്ങളല്ല. അതുകൊണ്ട് അവളുടെ അരികിൽ എത്തിക്കഴിഞ്ഞാ നമ്മളെയൊക്കെ അമ്മയങ്ങ് മറക്കും. നിങ്ങൾ എങ്ങനെ വിചാരിച്ചാലും ശരി, ഉള്ളത് പറയാലോ. മോളുടെ അമ്മയും മുത്തച്ഛനും പറയുന്ന പോലെ ദൈവീകമുള്ള കുട്ടിയാ കാർത്തു. ഇന്ന് ഈ വീടിനകത്ത് കാർത്തു ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ ഒരു തെളിച്ചം ഇവിടെ കണ്ടേനെ. അത് പിന്നെ പറയാനുണ്ടോ? 4 മണിയാകുന്നതിന് മുന്നേ കുളിയും കഴിഞ്ഞ് പൂജാമുറി കയറി ദീപം തെളിച്ചേനെ മോള്. ഓണസദ്യ തയ്യാറാക്കാൻ എനിക്കൊപ്പം കൂടിയേനെ. മുറ്റത്തൊരു അത്തപ്പൂക്കളവും കണ്ടേനെ. എന്നാ പിന്നെ എല്ലാവരും അങ്ങോട്ട് പോ. എന്തിനാ ഇവിടെ നിൽക്കുന്നത്? നീ വാ മാളു. അമ്മയും മുത്തച്ഛനും ഇന്നിവിടെ ഇല്ലാത്തതിന്റെ ദേഷ്യമുണ്ട് രണ്ടാൾക്കും. അതുകൊണ്ട് കാർത്തൂനെ ആരും പൊക്കി പറയണ്ട. പറഞ്ഞാ ഇന്നത്തെ ഓണം കൊളാവും. എനിക്കും വിഷമമുണ്ട് ഓണത്തിന്റെ അന്ന് അപ്പച്ചിയും മുത്തച്ഛനും ഈ വീടിനെ പാടെ മറന്നതിൽ. ഇത് ഇനിയിപ്പോ ഇങ്ങനെയൊക്കെ പോകത്തുള്ളൂ ശരത്തെ. അമ്മയും മക്കളും രണ്ടായി കഴിഞ്ഞു. അവരിനി ഓണത്തിനെന്നല്ല ഒരിക്കലും ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ, ശരത്തിരിക്കെ, ഞാൻ കുടിക്കാൻ എന്തായാലും എടുത്തോണ്ട് വരാം.